ഞാൻ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ചൊന്നും വ്യക്തിപരമായിട്ടൊന്നും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കില്ല, ഏതൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച്. പക്ഷേ അന്ന് നടന്ന വലിയ ഒരാരോപണമുണ്ട്. നമുക്കെല്ലാം തന്നെ കോവിഡ് മഹാമാരിക്കാലത്ത് നടന്ന 1300 കോടി രൂപയുടെ അഴിമതി ആരോപണം. ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പറഞ്ഞത് ഞാനല്ല, കാരണഭൂതനാണ് ഉത്തരവാദി എന്ന രൂപത്തിലാണ് അവിടെ പ്രസ്താവന വന്നിരിക്കുന്നത്. ഞങ്ങൾക്കറിയണം ആരാണ് എന്നല്ല, ആര് ചെയ്തു ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഉത്തരം പറയണം. പിന്നെ ചന്ദ്രശേഖരൻ്റെ കൊലപാതകം, അതുകൊണ്ട് തന്നെ ഹിംസയുടെ രാഷ്ട്രീയം എന്നേക്കും അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം തന്നെയാണ് ഈ പോരാട്ടം. ചന്ദ്രശേഖരൻ്റെ ദാരുണമായ മരണം, 51 വെട്ടുവെട്ടിയിട്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ സംഭവം, അത് ചർച്ചയ്ക്ക് വരണ്ടേ? ചർച്ചയ്ക്ക് വന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, ചന്ദ്രശേഖരൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ലാർജർ കോൺസ്പിരസി അത് പുറത്തു കൊണ്ടുവന്നിട്ടില്ല. അത് അന്വേഷിക്കപ്പെടണം, അന്വേഷിക്കപ്പെട്ടേ മതിയാവുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നതന്മാരായ നേതാക്കന്മാർ ജയിലിൽ പോകേണ്ടി വരും. 2 ജില്ലകൾ ബന്ധപ്പെടുത്തിയിട്ടാണ് ഇത്തരമൊരു കൊലപാതകം നടത്തിയിട്ടുള്ളത്. നിസ്സാരമല്ല, ഇത് മറ്റ് രാഷ്ട്രീയ പാർട്ടിയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 2 ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു കൊലപാതകം നടക്കണമെങ്കിൽ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരൊക്കെ തന്നെ അറിഞ്ഞിരിക്കണം അത്തരമൊരു കൊലപാതകമാണ്. അത് ചർച്ച ചെയ്യപ്പെടണം, ചർച്ച ചെയ്യപ്പെട്ടേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് ചിന്തിക്കുന്ന ജനങ്ങൾ, ഹിംസയുടെ രാഷ്ട്രീയത്തെ വെറുക്കുന്ന ജനങ്ങൾ, സമാധാനവാദികൾ, ജനാധിപത്യ മതേതരവാദികളായിട്ടുള്ള എല്ലാവരും ഞങ്ങളുടെ കൂടെയാണ്. അതുകൊണ്ടാണ് ഞാൻ അഭിമാനത്തോട് പറയുന്നത്. പിന്നെ ഇദ്ദേഹത്തിന് ഒരുപാട് റെക്കോർഡില്ലേ, ആ റെക്കോർഡോട് പറയുന്നത് സമരരംഗത്ത് എവിടെ പോയി മാങ്കൂട്ടം വരൂ, ഇവരൊക്കെ തന്നെ ഞങ്ങളെ ഫൈറ്റേഴ്സാണ്, പോരാളികളാണ്. ഐ എം പ്രൗഡ് ഓഫ് ദം. ഞാൻ ഈ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച ഒരാളാണ്. 1978 ഇന്ദിരാഗാന്ധി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായ സമയത്ത് 58 ദിവസം ഈ സംസ്ഥാനത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പദയാത്ര നടത്തിയ ആളാണ് ഞാൻ. ഞങ്ങളൊക്കെ തന്നെ കാണിച്ച ആ രാഷ്ട്രീയ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ കുട്ടികൾ പോകുന്നത്. ഇവരെ ഞങ്ങൾക്കൊന്നും സഹായിക്കാറില്ല. പട്ടിണി കിടന്നുകൊണ്ടാണ് അവർ സമരരംഗത്ത് വരുന്നത്. പല കുട്ടികളെയും എത്ര ക്രൂരമായിട്ടാണ് ഈ ഗവൺമെൻറ് അടിച്ച് തകർത്തത്. നിസ്സാരമായിട്ട് കാണരുത്. നമുക്കെല്ലാം തന്നെ അറിയാം, സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരഭൂമിയിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ആ സമരം വിജയിച്ചു. CBIക്ക് കേസ് വിടാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും എല്ലാം തന്നെ സമരം അവസാനിപ്പിച്ചത്. സമരമുഖത്തുള്ള പോരാളികളാണിവർ. ഇവർ അടിവാങ്ങിച്ചവരാണ്. ഇവർ ക്രൂരമായ അടിയേറ്റുകൊണ്ട് ചോര കിനിഞ്ഞ ശരീരവുമായിട്ടാണ് നിങ്ങളെയൊക്കെ തന്നെ അവർ കണ്ടത്. മനസ്സിലാക്കണം, യുദ്ധരംഗത്ത് ഒളിച്ചോടിയ ഉത്തരന്മാരെല്ലാവരും. ഇത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ DYFIക്കാരല്ല, പോലീസ് സഹായത്തോടെ സമരം നടത്തുന്ന ആളുകളല്ലവർ. മനസ്സിലാക്കണം, ധീരരായിട്ടവർ പോരാടും. അതുകൊണ്ട് എനിക്ക് അഭിമാനമുണ്ട്. എൻ്റെ ഇളയ സഹോദരനാണ് പ്രിയപ്പെട്ട ഷാഫി. ഇപ്പം പയ്യനായ കാലത്ത് എനിക്കറിയാം. പാത്രക്കാട് സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് എൻ്റെ കൂടെ മലകയറിയിട്ടുള്ളൊരു മനുഷ്യനാണിത്. ആ പാത്രക്കടവ് അതെ അറിയാമല്ലോ, അതിൻ്റെ പ്രഭവസ്ഥാനം കാണാൻ വേണ്ടി മലകയറിയപ്പോൾ ഈ പയ്യൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഓർക്കുന്നു, പ്രോജക്റ്റ് സന്ദർശിക്കാൻ പല ടീമുകൾ, പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, ഞാൻ KSU ജില്ലാ സെക്രട്ടറി എന്തോ ആണ്. അപ്പോൾ ഈ പല ടീമുകൾ വരുമ്പം എല്ലാവരും അതിൻ്റെ ആ താഴെ വന്ന് നിന്നിട്ട് ഇതിൻ്റെ മേലെയാണ് പ്രൊജക്റ്റ്, ഇത് പ്രകൃതി നശിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പോൾ KPCC നിയോഗിച്ച സംഘം സാറാണ് നയിച്ചത്. ആ സംഘമായിട്ട് സാർ അവിടെ വന്നു. ഞങ്ങൾ മണ്ണാർക്കാട് വന്ന് അവിടുന്ന് TV പോയി, അവിടെ പാലത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ പോയിട്ട് എല്ലാവരും വന്ന് നിൽക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ കാണിച്ചു, ഇത് ഇവിടെ നിന്നിട്ടാണ് സാർ എല്ലാവരും സന്ദർശിക്കാറുള്ളത്. അവൻ സാറ് ചോദിച്ചു, ഇതിൻ്റെ പ്രഭവ കേന്ദ്രം എവിടെയാണ് സാർ? അത് മണിക്കൂറുകൾ മല കയറണം, അത് പ്രയാസമായിരിക്കും, ഇവിടെ നിന്ന് നോക്കിയാൽ മതി, എല്ലാവരും ഇവിടെ നിന്നാണ് നോക്കില്ല. ചില മാധ്യമപ്രവർത്തകർ പറഞ്ഞു ഇവിടുന്ന് നോക്കിയാൽ മതി. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ഇവിടുന്ന് നോക്കാൻ വന്നതല്ല, അങ്ങ് അതിൻ്റെ അറ്റം വരെ കയറി അതിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ ചെന്ന് അതിൻ്റെ പഠിച്ചതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കി പിന്നെ അതിനെതിരായിട്ടുള്ള പാർട്ടിയുടെ സ്റ്റാൻഡിനെ ശക്തിപ്പെടുത്തിയ സാർ അന്ന് ഞങ്ങൾ KSU ജില്ലാ സെക്രട്ടറിയാണ്. അപ്പോൾ അന്ന് സാറിൻ്റെ കൂടെ നടക്കാനൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തീർത്തും അപ്രതീക്ഷിതമായിട്ട് വടകരയിലേക്കൊരു നിയോഗം വന്നപ്പോൾ ഞാൻ ഫോണിൽ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, നീ എൻ്റെ കുട്ടിയല്ലടാ, നീ കയറി വാടാ എന്നാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് ഈ സാറിൻ്റെ കൂടെ ഇവിടെ നിൽക്കുമ്പോഴുള്ള ഈ സ്ട്രെങ്ത്തും സാറിൻ്റെ വാക്കുകളും നൽകുന്ന കോൺഫിഡൻസ് ചെറുതല്ല. വടകര ഞാൻ അഹങ്കാരവും അഹംഭാവവും ഒന്നും പറയില്ല, ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി. അവരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ പറയുന്നു, ഇവരൊക്കെ പടവെട്ടിപ്പിടിച്ച വടകര വേറെ ആർക്കും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നുള്ളത് ഉറപ്പാണ്.